ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത് സൂപ്പർ ഒരു വീടാണ്. അതെല്ലാവരും ഈ വീഡിയോ കണ്ട, ഈ വീടിന് ഒരു ലൈക്ക് അടിച്ച ശേഷം വീഡിയോ ആണ്. ഇത് റിക്വസ്റ്റ് ആണ് ട്ടാ. ദയവായി ലൈക്ക് അടിക്കാതിരിക്കരുത്. എല്ലാ മലയാളിയുടെയും സ്വപ്നമാണ് ഇതുപോലെ എന്താണ് പറയുക, പുൽത്തകിടി, ഇതുപോലെ വളഞ്ഞൊരു വഴി, ഇതേപോലെ തന്നെ കൂരുള്ളൊരു വീടും സകല മലയാളികളുടെയും സ്വപ്നമാണെന്ന് തന്നെ പറയാം. കണ്ട ഈ വീടിന്റെ ലുക്ക് ഒന്ന് നോക്കിയ എന്താ ഒരു ലുക്ക് എന്നറിയാം. അത് 28 സെന്റ് സ്ഥലം, ഈ കാണുന്ന അടിപൊളി ഒരു വീട്. എവിടെ നിന്ന് നോക്കിയാലും പക്കാ ലുക്ക് എന്ന് പറഞ്ഞാൽ പക്കാ ലുക്കാണ്. എന്താ രസം നോക്കി. ഇങ്ങനെ ഒരു വളഞ്ഞൊരു വഴി, അപ്പുറവും ഇപ്പുറവും പുൽത്തകിടി, പിള്ളേർക്കൊക്കെ ഓടിക്കളിക്കാനുള്ള ഒരു സെറ്റപ്പ്. ഇതൊക്കെയാണ് എല്ലാവരും ഒരു സ്വപ്നം. അതുപോലുള്ള ഒരു വീടാണ് ഞാൻ കൊണ്ടുവന്നേക്കണം. കാർ പോർച്ച് ഉണ്ട്, സെന്ററിൽ കൂടെ നടക്കാൻ വേണ്ടി ആ ഒരു പോർഷൻ അങ്ങനെ ഇട്ടിട്ടുണ്ട്. ഈ വീടിന്റെ സിറ്റ് ഔട്ടൊക്കെ ഗ്രാനൈറ്റിലാണ് ഫിനിഷ് ചെയ്തേക്കുന്നത്. ഈ വീടിന്റെ അകത്തെ കാഴ്ചകൾ കാണണം, അതാണ് അടിപൊളി. കാരണം നിങ്ങളത് കയറി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അത് സ്വന്തം ആവശ്യത്തിന് വേണ്ടി പണിതൊരു വീടാണിത്. അപ്പൊ ഇവരാണെങ്കിൽ UK സെറ്റിൽ ആണ്, അല്ല US സെറ്റിൽ ആകാൻ പോണേന്. അപ്പൊ ഇവർക്ക് പിന്നെ ഈ വീടിന്റെ ആവശ്യം വരുന്നില്ല. ഇവിടെ താമസിക്കാൻ വേണ്ടി പണിതെങ്കിലും ഇപ്പൊ പെട്ടെന്ന് തീരുമാനത്തിൽ ഒരു മാറ്റം വന്ന്, അപ്പൊ ഇവരൊക്കെ ഓൾറെഡി US അപ്പൊ പിന്നെ നാട്ടിൽ ഈ ഒരു വീട് മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടല്ലേ, ഒരാളെ നിർത്തണം, അതിന്റെ ഇതൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നാറിന് വഴി ഈ വീട് ഡിസ്പോസ് ചെയ്യാൻ തീരുമാനിച്ചാണ്. കാരണം സ്വന്തം ആവശ്യമുള്ള അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളിയായിട്ട് പോണത് ഒരു വീടാണ്. കണ്ട ബാക്കിൽ കണ്ട് എന്ത് ക്ലിയർ ആണ് നോക്കി, വറ്റാത്ത കിണറുണ്ട്, എത്ര വേനൽ വന്നാലും പറ്റൂല. എല്ലായിടത്തും ചെടി കാര്യങ്ങളെല്ലാം നട്ടുപിടിപ്പിച്ച് നല്ല ഫിനിഷിങ്ങില് നിങ്ങൾ ഈ അകത്ത് കയറി കാണും. അകത്തെ കാഴ്ചകളാണ് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. 28 സെന്റ് സ്ഥലമാണിത്. ഈ പുറത്തെ പോർഷനൊക്കെ ഇതിനകത്ത് ഉൾപ്പെടാനുണ്ടോ. കാരണം ഇത്രയും മാത്രം കോമ്പൗണ്ട് വിരിച്ചിട്ടാണ്. ആ കാണുന്ന വഴി തുടങ്ങി ഇപ്പുറത്തോട്ടുള്ളത് കംപ്ലീറ്റ് അടക്കമാണ് 28 സെന്റ് വരുന്നത്. കണ്ടോ, ഇതാണ് നിങ്ങളുടെ ലിവിങ് ഏരിയ. കണ്ടോ, ഇതൊക്കെ ബബിൾസിന്റെ കൂടെയുള്ള ടൈലായിട്ടാണ്. നമ്മൾ എന്താണ് പറയണ, ഈ ആറ്റിലെ കല്ലൊക്കെ ഉരുളങ്കല്ലില്ല, അതുപോലെ കിടക്കുന്ന കല്ലുകളില്ലേ, അതേപോലത്തെ കല്ലായിട്ടാണ്. ഇതാണ് നിങ്ങളുടെ TV ഏരിയ വരുന്നത്. കണ്ടോ, അടിപൊളി TV ഏരിയ, സീലിംഗ് വർക്ക് എല്ലാം ചെയ്തിട്ടുണ്ട്. കണ്ടോ, എല്ലാം എന്താ ഒരു സെറ്റപ്പ് നോക്കി. അപ്പൊ ഞാൻ പറഞ്ഞത് സ്വന്തം ആവശ്യത്തിന് വേണ്ടി പണിതാണ്. ഇതാണ് നിങ്ങളുടെ ഡൈനിങ് ഏരിയ വരുന്നത്. ഡൈനിങ് ഏരിയ ഒക്കെ സെറ്റ് ചെയ്തേക്കണ നല്ല ഗ്രാൻഡ് ആയിട്ട് തന്നെയാണ് എല്ലാം സെറ്റ് ചെയ്തേക്കണം. ഇവിടുത്തെ ഒരു ഷോക്കേസ്, അതൊക്കെ ടൈല് കണ്ട, ഇത് നേരിട്ട് കാണണം. നേരിട്ട് കാണുമ്പോൾ ഇതിന്റെ ഭംഗി മനസ്സിലാവുള്ളൂ. ഇത് ഒരു ഓപ്പൺ കിച്ചണാണ്. പിന്നെ നമുക്ക് ക്ലോസ് ചെയ്ത് ഉപയോഗിക്കാൻ അങ്ങനെ ഉപയോഗിക്കാം, രണ്ടും പറ്റൂത്. ഇവിടെ ഡോർ വെച്ച് ക്ലോസ് ആയി. ഇവിടെ നിങ്ങളെ വാഷ് ബേസിൻ കൗണ്ടർ കൊടുത്തിട്ടുണ്ട്. തൊട്ടപ്പുറത്ത് ഒരു കോമൺ ബാത്റൂം അത് കൊടുത്തിട്ടുണ്ട്. ബാത്റൂം എന്നൊക്കെ പറഞ്ഞാൽ എല്ലാം ബ്രാൻഡഡ് മെറ്റീരിയൽ ഉണ്ട്. അത് നിങ്ങൾ നേരിട്ട് ഒന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അത്രയും പക്കയായിട്ടാണ് ഈ വീട് ഫിനിഷ് ചെയ്തേക്കുന്നത്. ഞാൻ 1 by 1 ആയിട്ട് എല്ലാം കാണിച്ചു തരാം. നിങ്ങളിത് മൊത്തം കാണണോട്ടോ. 5 ബെഡ്റൂമാണ് ഇതിൻ്റെ അത്. ഇതുണ്ടോ, കിച്ചന്റെ ഒക്കെ സ്റ്റോറേജ് സ്പേസ് ഉണ്ടോ, പക്കാ സെറ്റപ്പാണ്. പക്കയായിട്ട് ഫിനിഷ് ചെയ്തേക്കുന്നത്. അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ കൊടുത്ത് വെട്ടവും വെളിച്ചവും ഒക്കെ കിട്ടേണ്ട രീതിക്ക് നല്ല അടിപൊളിയായിട്ട് ഫിനിഷ് ചെയ്തേക്കുന്നത്. സെക്കൻഡ് കിച്ചൺ ഉണ്ട്. ഇതും അതേ കൂട്ട് തന്നെ ഇവിടെ പുകയില്ലാത്ത അടപ്പ് കാര്യങ്ങൾ അത് സെറ്റ് ചെയ്യുന്നുണ്ട്. അല്ല അത്യാവശ്യം ഇതിനും സ്റ്റോറേജ് സ്പേസ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇപ്പുറത്തും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ വീടിന്റെ ലൊക്കേഷൻ വന്നത് പാലയിലാണ്. ഇതാണ് നമ്മുടെ പുറത്തോട്ടുള്ള പോർഷൻ. നമ്മൾ നേരത്തെ കണ്ടില്ലേ, കിണർ കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. ഇത് പാല പ്രൈവറ്റ് സ്റ്റാൻഡിൽ നിന്ന് 1 കിലോമീറ്റർ മാറിയിട്ടാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ഈ വീട് 2 രീതിക്ക് വാങ്ങിക്കാൻ പറ്റും. ഈ 28 സെന്റ് സ്ഥലവും വീടും കൂടിയായിട്ട് വാങ്ങിക്കാനും പറ്റും. അതല്ല ഇപ്പൊ ഈ കോമ്പൗണ്ട് തിരിച്ചിട്ടേക്കണ ആ ഒരു പോർഷൻ മാത്രമായിട്ടും വാങ്ങിക്കാൻ പറ്റും. അപ്പൊ ഇതിന്റെ വില എങ്ങനെയാണ് ഞാൻ പറഞ്ഞുതരാം. ഇത് മൊത്തത്തിൽ വാങ്ങിക്കണമെങ്കിൽ ഇവർക്ക് 1,65,00,000 രൂപ കൊടുക്കണം. അതല്ല ഈ വീടിരിക്കുന്ന ഏരിയ ആ കോമ്പൗണ്ട് വാള് തിരിച്ചിട്ടേക്കണല്ലേ, അത്രയും മാത്രമായിട്ട് വാങ്ങിക്കണമെങ്കിൽ 1,40,00,000 രൂപ കൊടുക്കണം. അങ്ങനെയാണ് ഇതിന്റെ ഒരു സെറ്റപ്പ്. അപ്പൊ ഇതിൻ്റെ അകത്ത് മൊത്തം ഉള്ളത് 5 ബെഡ്റൂമാണ്. പിന്നെ നമുക്ക് ഒരേ ബെഡ്റൂമായിട്ട് കാണാം. അപ്പൊ നമ്മൾ ഒരു ബെഡ്റൂം കണ്ടായിരുന്നു. ഇനി നമുക്ക് ഇതിന്റെ രണ്ടാമത്തെ ബെഡ്റൂം. ഇതിന്റെ 4 ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ്. ഒരു ബെഡ്റൂമിന് മാത്രമാണ് കോമൺ ബാത്റൂം കൊടുത്തേക്കുന്നത്. നിങ്ങൾ കണ്ടു നോക്കിക്കോട്ടെ എല്ലാവരും.
ഉണ്ട്. അത്യാവശ്യം നല്ല ഭംഗിയുള്ള കബോർഡ്, അതായത് ഡ്രസ്സിംഗ് ടേബിൾ, മിറർ കാര്യങ്ങൾ അങ്ങനെ എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇത് അറ്റാച്ച്ഡ് ബാത്റൂമാണ്. ഉണ്ട്. അത്യാവശ്യം നല്ല സ്പേസ് ഉള്ളൊരു ബാത്റൂമാണ് ഈ വീടിനുള്ളത്. ഇനി നമുക്ക് മൂന്നാമത്തെ ബെഡ്റൂം. ഇതും അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബെഡ്റൂം തന്നെയാണ്. അത്യാവശ്യം നല്ല സ്പേസ് ആണ്. എല്ലാം അവിടെ നിന്ന് നല്ല കാറ്റും വെളിച്ചവും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ടൈപ്പിൽ നല്ല സെറ്റപ്പിലാണ് അത് ഫിനിഷ് ചെയ്തേക്കണം. ഇനി ഇതിൻ്റെ ബാത്റൂം എല്ലാം നല്ല പക്കയാണ്. കാരണം പുത്തൻ വീടാണ്, താമസിച്ചിട്ടൊന്നുമില്ല ഇത്. ഇപ്പം ഇവർക്ക് ഇത് പെട്ടെന്ന് തീരുമാനത്തിൽ മാറ്റം വന്നുകൊണ്ട് മാത്രമാണ് വീട് വിൽക്കണം. അല്ലെങ്കിൽ അവർ ഇത് വിൽക്കാൻ വേണ്ടി പണിതൊരു വീടേ അല്ല ഇത്. ഈ വീടിൻ്റെ ഫിനിഷിങ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ നമുക്ക് ഈ ഇൻവെർട്ടർ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുള്ള പോയിന്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഇവിടെ സെറ്റ് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ മുകളിലോട്ട് കയറി കഴിഞ്ഞാൽ മുകളിൽ 2 ബെഡ്റൂമാണ്. താഴത്ത് 3 ബെഡ്റൂമും മുകളിൽ കണ്ട അതിൻ്റെ ഹാൻഡ് റെയിലിൻ്റെ ഇതൊക്കെ ഉണ്ട്. എല്ലാം സ്റ്റെയിൻലെസ് സ്റ്റീലും കാര്യങ്ങളൊക്കെയാണ്. താഴത്തെ നിലയിൽ 3 ബെഡ്റൂം, മുകളിലത്തെ നിലയിൽ 2 ബെഡ്റൂം, അങ്ങനെയാണ് സെറ്റ് ചെയ്തേക്കണം. ഉണ്ട്. ഇവിടെ വരുന്നത് 2 ബെഡ്റൂമാണ്. ഉണ്ട്. ഈ കാണുന്നൊരു ബെഡ്റൂം ഉണ്ട്. അത്യാവശ്യം നല്ല സ്പേസ് ഉള്ളൊരു ബെഡ്റൂമാണിത്. ഇവിടെ നല്ല വ്യൂ ആണ്, പുറത്തോട്ടൊക്കെ നല്ല കാഴ്ചകളാണ് ഉണ്ടായത്. ഇവിടെ അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ സെക്കൻഡ് ബെഡ്റൂം കാണുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് ഇതിൻ്റെ സെക്കൻഡ് ബെഡ്റൂം വന്നത്. ഇതും അത്യാവശ്യം സ്പേസും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ബെഡ്റൂമാണ്. ഉണ്ട്. ഇതിന് സ്റ്റോറേജ് സ്പേസും അതേപോലെ തന്നെ ഡ്രസ്സിംഗ് ടേബിൾ കാര്യങ്ങളെല്ലാം തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ബാത്റൂം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും നല്ല ബ്രാൻഡഡ് മെറ്റീരിയൽ ഉപയോഗിച്ച് ചെയ്തേക്കുന്നുണ്ട്. ഒരു കോംപ്രമൈസും ഇല്ല അതിൻ്റെ അത് നിങ്ങൾ വന്ന് നേരിട്ട് കണ്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. നല്ല ക്ലോസറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ, എല്ലാവരും അതേ കൂട്ട് നല്ല ഫിനിഷിങ് ചെയ്തേക്കാണ്. നമുക്ക് ഇതിൻ്റെ പുറത്ത് ബാൽക്കണിയിലെ കാഴ്ചകളൊക്കെ കാണിച്ചിട്ടുണ്ട്. നല്ല വ്യൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല വ്യൂ ആണ്, കാണാനുണ്ട്. ഇതാണ് ഇതിൻ്റെ ബാൽക്കണി വരുന്നത്. ഇവിടെ ഇരിക്കാനുള്ള ചാരുപടി കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യാറുണ്ട്. എന്താ ഒരു ഭംഗി നോക്കി. ഇവിടെയൊക്കെ വന്ന് ഇരിക്കാൻ തന്നെ നല്ല കാറ്റും കാര്യങ്ങളൊക്കെയാണ്. കാരണം ഫ്രണ്ടിൽ തന്നെ കണ്ടോണ്. എന്താ വെച്ചാൽ പ്രളയവും കാര്യങ്ങളൊന്നും ബാധിച്ചിട്ടില്ല ഇവിടെ. കാരണം ഇത് പൊക്കപ്രദേശമുണ്ടേ, പാലാ ഏരിയ അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ അങ്ങനെയുള്ള ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. നേരെ നമുക്ക് ടൗൺ കാണാൻ പറ്റും ഇവിടെ നേരെ നോക്കിക്കഴിഞ്ഞാൽ. ഇവിടെ നല്ല ഈ പാടമുണ്ട്, കരപ്പാടമുണ്ട്, നല്ല കാറ്റാണ്. മറ്റേ ഇതല്ല വെള്ളം കിടക്കുന്ന പാടമല്ല, ഇത് കരപ്പാടമാണിത്. അതാണ് ഞാൻ പറഞ്ഞ പ്രളയവും കാര്യങ്ങളൊന്നും ബാധിക്കൂല, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലെന്ന് പറഞ്ഞത്. ഇവിടെ കാണുന്ന ബിൽഡിംഗ് ഏതാണെന്ന് മനസ്സിലായി, മറ്റേ ബ്രില്യൻറ്റിനാണ്. അപ്പോൾ ഈ വീട് ഇഷ്ടമായ ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ടു.